മാതൃഭൂമി 2023 ഡിസംബർ 20 ബുധനാഴ്ച. സംസ്ഥാനത്തെ 1,70,15 വീടുകളിൽ സൗരോർജ്ജ വെളിച്ചം. KCBയുടെ സൗരപദ്ധതി പ്രകാരം സംസ്ഥാനത്തെ പുരപ്പുറ സോളാർ സ്ഥാപിച്ചത് 1,70,15 വീടുകളിൽ. 541 മെഗാവാട്ട് വൈദ്യുതിയാണ് ഗ്രിഡുകളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇതിനു പുറമെ KCBയുടെ വിവിധ പദ്ധതികളിലൂടെയും മറ്റു മേഖലകളിലൂടെയുമുള്ളത് കണക്ക് കൂട്ടിയാൽ സൗരോർജ്ജ പ്ലാന്റിലൂടെ 893 മെഗാവാട്ട് ഗ്രിഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡി സ്കീമിലൂടെയാണ് സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നത്. 3 കിലോവാട്ട് വരെ 40% സബ്സിഡി, അതിനു മുകളിൽ 20%, 10 കിലോവാട്ടിന് മുകളിലില്ല. 10 ചതുരശ്ര മീറ്ററിന് 1 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കാം. ഇതിൽ നിന്നും ദിവസം 4-5 യൂണിറ്റ് വൈദ്യുതി ലഭിക്കും. സംസ്ഥാനം 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇതിൽ 500 മെഗാവാട്ടായിരുന്നു ഗാർഹിക പ്ലാന്റിലൂടെ കണക്കാക്കിയത്. അതിപ്പോൾ 541 ആയി. 2022-23 സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദത്തിൽ കേരളത്തിൽ 15% വളർച്ച സോളാറിൻ്റെ കാര്യത്തിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ 10-ൽ താഴെ മാത്രമാണിത്. വൈദ്യുതി ഗ്രിഡിലേക്ക്. ഉപയോഗിക്കുന്നതിനേക്കാൾ അധികമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകാം. ഇതിന് നിലവിൽ യൂണിറ്റിന് ₹2.69 KCB നൽകും. എങ്ങനെ അപേക്ഷിക്കാം? KCBയുടെ ഇ-കിരൺ, അനർട്ട്, കേന്ദ്രത്തിൻ്റെ MNRE സ്കീം എന്നിവ വഴി അപേക്ഷ നൽകാം. വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാം. അതിലൂടെ എംപാനൽ ഡെവലപ്പറെ തിരഞ്ഞെടുക്കാം. ഇ-കിരൺ വഴിയാകുമ്പോൾ സബ്സിഡി കഴിഞ്ഞുള്ള തുക ഉപഭോക്താവ് ഡെവലപ്പർക്ക് നൽകിയാൽ മതി. തുക കിട്ടിയില്ല. 1 വർഷമായി സോളാറിലേക്ക് മാറിയിട്ട് 1,80,000 രൂപയാണ് പ്ലാന്റ് സ്ഥാപിക്കാൻ ചെലവായത്. ഉപയോഗവും ഉത്പാദനവും കണക്കാക്കുമ്പോൾ വൈദ്യുതി ചാർജ് KCBയിലേക്ക് അടയ്ക്കേണ്ടി വരുന്നില്ല. മീറ്റർ ചാർജായ 140 രൂപ മാത്രമാണ് അടയ്ക്കുന്നത്. 1 വർഷം വൈദ്യുതി നൽകിയതിന് 3,000 രൂപയിലേറെ കിട്ടാനുണ്ട്.